ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് മഹാഭാരതം ചർച്ചയിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാ രാമധായ നഗരഗ്രാമചാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാഷവാനവീ ദേവീ ദൈതായ കൃപാഭൈ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബരസാംഭൂതേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമിസ്ഥം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരകൃസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതിർഗതി മത്സർവസ്വ പാദാംബോജോ രാധാമദനമോഹനോ ദിവ്യദ്വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാനഭിസേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭീ വംശീപടത്തരസ്ഥിത കർഷൻവേണുസ്വനേർഗോപിർഗോപിനാഥശ്രീസ്തു. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം ഭംഗം ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച ആരംഭിക്കാം. കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ മഹാഭാരതത്തിലെ ഗന്ധർവന്മാരുമായിട്ടുള്ള ആ യുദ്ധത്തിൽ പാണ്ഡവർ ജയിക്കുന്നതും ദുര്യോധനാദികൾ തോൽക്കുന്നതും ദുര്യോധനാദികൾ നാണം കെടുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ദുര്യോധൻ വളരെ നിരാശനായിട്ട്
ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരിക്കലും തിരിച്ച് ഹസ്തിനപുരിയിലേക്കില്ല. ഞാൻ വളരെയധികം വിഷമിച്ച് നാണം കെട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് കർണനും ബാക്കി ശകുനിയും ദുശാസനും എല്ലാവരും ദുര്യോധനെ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് വീണ്ടും പാണ്ഡവർക്കെതിരെ തിരിയാനായിട്ടും, അതായത് വീണ്ടും നമ്മുടെ പാണ്ഡവരുടെ ഈ ഒരു സഹായത്തെക്കുറിച്ച്, അതായത് ദുര്യോധനെ രക്ഷിച്ചത് പാണ്ഡവരാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ശകുനി ഒരു ഉപായം കൂടെ പറഞ്ഞു കൊടുത്തു. അവർ നിനക്ക് ഔദാര്യം ചെയ്തു എന്ന് ചിന്തിക്കുന്നതിന് പകരം നീ അവരുടെ രാജ്യം അവർക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെയാവുമ്പോൾ എന്തു പറ്റും? അവർക്കും നിന്നോടൊരു കടപ്പാട് തോന്നും എന്ന് ശകുനി പല ഉപായങ്ങളും പറഞ്ഞു കൊടുത്തു. പക്ഷെ അതൊന്നും ദുര്യോധന് ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം ദുര്യോധൻ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. നോക്കാം ഇനി മുന്നോട്ട് എന്താ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ദുര്യോധന്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് ഒട്ടും മാറിയില്ല. ഒരു ഭക്തൻ പറയുന്നു, രുദ്രാക്ഷം ധരിക്കുന്നതിന് വെജിറ്റേറിയൻ ആയാൽ പോരെ. ആക്ച്വലി അവിവാഹിതരായിട്ടുള്ളവർക്കാണ് രുദ്രാക്ഷം പറഞ്ഞിട്ടുള്ളത്. ഗൃഹസ്ഥ ജീവിതത്തിൽ നയിക്കുന്നവർക്ക് രുദ്രാക്ഷം യഥാർത്ഥത്തിൽ ഇടാൻ പാടില്ല. ബ്രഹ്മചര്യ വ്രതത്തിൽ ഇരിക്കുന്നവരോ സന്യാസമോ അങ്ങനെയുള്ളവർക്കാണ് രുദ്രാക്ഷം ഏറ്റവും നല്ലത്. ചർച്ച തുടരാം നമുക്ക്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. ഹരേ കൃഷ്ണ. ഇപ്പം കേൾക്കാമോ? സോറി, മ്യൂട്ടായി പോയി. കേൾക്കാമല്ലോ എല്ലാവർക്കും? അപ്പോൾ ദുര്യോധനൻ ഉറച്ച തീരുമാനമെടുത്തു, ഇനി ഞാൻ തിരിച്ച് ഹസ്തിനപുരിയിലേക്കില്ല, ഒരു കാര്യത്തിനും ഇനിയില്ല, ഞാനിനി എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നൊരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തി ദുര്യോധനൻ. രാജകീയ വേഷങ്ങളൊക്കെ ഉപേക്ഷിച്ചു, സാധാരണ ഒരു വേഷം ധരിച്ചു. എന്നിട്ട് സ്വർഗലോക പ്രാപ്തിക്കായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മരണം വരെ ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദുര്യോധനൻ. മറ്റൊരു കാര്യവും സംസാരിക്കുന്നില്ല. പുറമേയുള്ള എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ചു. പകുതി കണ്ണ് അടച്ച് പകുതി കണ്ണ് തുറന്നു, ധ്യാനത്തിൽ മഗ്നനായി. ഇതേ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മഹാഭാരത ചർച്ചയിൽ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ്, ഒരു ട്വിസ്റ്റ് വരികയാണെന്ന് പറഞ്ഞില്ലേ. അന്നേരം എന്താണ് വഴിത്തിരിവെന്ന് നമുക്ക് നോക്കാം. പാതാള ലോകങ്ങളിൽ
രാക്ഷസന്മാർ, ദാനവൻ, ദൈത്യന്മാർ, ഇവരെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ ദുര്യോധന്റെ തീരുമാനത്തെക്കുറിച്ച് മനസ്സിലാക്കി. ദൈത്യന്മാർ, അതായത് ദിതിയുടെ പുത്രന്മാർ, രാക്ഷസന്മാരെന്ന് പറയാം. അവർ ദുര്യോധന്റെ ഈ തീരുമാനത്തെ മനസ്സിലാക്കി. അതായത് ദുര്യോധൻ ഇനി ഹസ്തിനപുരിയിലേക്ക് തിരിച്ചെത്തുന്നില്ല എന്ന്. ഈ ദാനവന്മാർ പൊതുവെ ദേവന്മാരുടെ ശത്രുക്കളാണ്. അവർ പൂർണ്ണമായിട്ടും ദുര്യോധനെ ആശ്രയിച്ചിട്ടിരിക്കുകയാണ്. കാരണം ദേവന്മാരുടെ അംശമാണ് പാണ്ഡവരിൽ ജനിച്ചിരിക്കുന്നത്. അതുകൂടാതെ പാണ്ഡവ പക്ഷത്ത് നിൽക്കുന്ന മിക്ക രാജാക്കന്മാരും, അതായത് ഇനി മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവ പക്ഷത്ത് നിൽക്കുന്ന മിക്ക രാജാക്കന്മാരുടെ ഉള്ളിലും ദേവന്മാരുടെ അനുഗ്രഹവും അല്ലെങ്കിൽ ദൈവീക ഗുണങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമാണ്. പക്ഷെ അതേ സമയത്ത് ദുര്യോധനാദികളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം രാക്ഷസന്മാരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പല രാക്ഷസന്മാരും ദാനവന്മാരുമാണ് ഭൂമിയിൽ പല പല രാജാക്കന്മാരുമായിട്ട് ജനിച്ചിരിക്കുന്നത്. അന്നേരം ഇവിടെ പാണ്ഡവ കൗരവ യുദ്ധത്തിനപ്പുറത്തായിട്ട് ദേവന്മാരും ദാനവന്മാരുമായിട്ട് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൾഡ് വാർ എന്നൊക്കെ പറയത്തില്ല. കോൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ദേവന്മാരും ദാനവന്മാരും എപ്പോഴും യുദ്ധത്തിൽ തന്നെയാണ്. അന്നേരം ഒരു മത്സരതാ ബുദ്ധി, അതായത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എപ്പോഴും ശത്രുക്കളാണല്ലോ. അപ്പോൾ ഒരു കളി നടക്കുകയാണെങ്കിൽ പോലും ആ കളിയിലും ആ ഒരു സ്പിരിറ്റ് വരും എന്നുള്ളതാണ്. അതേപോലെ അസുരന്മാർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ദുര്യോധൻ ഈ ഭൂമി ഭരിക്കുന്നത് കാണാനായിട്ട്. അന്നേരം അവരുടെ ഒരു ലീഡറായിട്ടാണ്, അസുരന്മാരുടെ ഒരു ലീഡറായിട്ടാണ് ദുര്യോധനെ അവർ കാണുന്നത്. അന്നേരം ഇന്നത്തെ കാലത്തും മഹാഭാരതമൊക്കെ കേട്ടിട്ട് കർണനെയും ദുര്യോധനാദികളെയും രാവണനെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അവരുടെ ഉള്ളിൽ അത്രത്തോളം ആസുരിക ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് തോന്നുന്നത്. ദൈവീക ഗുണങ്ങളുള്ള വ്യക്തികൾ ഒരിക്കലും ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. അന്നേരം ഈ ദേവന്മാരും അസുരന്മാരുമായിട്ടുള്ള ഒരു പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത ഒരു മത്സരതാ ബുദ്ധി അവർക്ക് തമ്മിൽ എപ്പോഴും ഉണ്ടെന്നുള്ള. ഇപ്പോൾ നമ്മൾ നേരത്തെ മഹാഭാരതത്തിൽ പഠിച്ചിരുന്നു. അതായത് അർജുനൻ ദേവലോകത്ത് ദിവ്യാസ്ത്രങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ ഗുരുദക്ഷിണയായിട്ട് എന്താണ് വേണ്ടത് എന്ന് അർജുൻ ദേവേന്ദ്രനോട് ചോദിച്ചപ്പോൾ ദേവേന്ദ്രൻ എന്താ പറഞ്ഞത്? പാതാള ലോകങ്ങൾ, നിവാത കവചകന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം രാക്ഷസന്മാരുണ്ട്. അവർ എപ്പോഴും എനിക്ക് വലിയൊരു ശല്യമാണ്, നീ അവരെ പോയി തോൽപ്പിക്കണമെന്ന്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു ശത്രുത എപ്പോഴും ഉണ്ട്. അത് പണ്ട് മുതലേ ദേവന്മാരും അസുരന്മാരുമായിട്ടുള്ള ഒരു ശത്രുത എന്ന് ഞാൻ ഈ പറയുമ്പോഴും ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? അന്നേരം ഭൂമിയിൽ ആസുരിക ഗുണങ്ങളെ വളർത്താൻ ഈ അസുരന്മാർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനായിട്ടൊരു അവസരം നോക്കി നടക്കുകയാണ്. അവർ മനുഷ്യരെ പോലെ സാധാരണ വ്യക്തികളല്ല, മനുഷ്യരെ കാട്ടി ഒരുപാട് ശക്തികളുള്ളവരാണ്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു, ശത്രുക്കളായിട്ട് അവർ നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു മാച്ച് വരുമ്പോഴും, ക്രിക്കറ്റ് മാച്ച് വരുമ്പോഴും രണ്ടുപേരും വളരെയധികം യുദ്ധം കാണുന്ന പോലെയാണ് കാണുന്നത്. വലിയൊരു സ്പിരിറ്റിലേക്ക് പോവുകയാണ്. അതായത് ബോർഡറിൽ നിൽക്കുന്ന മിലിറ്ററിക്കാർ വരെ വളരെ ശ്രദ്ധയോടുകൂടി ഈ മാച്ചുകൾ കാണും. എന്നിട്ട് ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ ഈ പാതാള ലോകത്തിരിക്കുന്ന അസുരന്മാർ ഇത് മനസ്സിലാക്കി നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ദുര്യോധൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്, ഇനി യുദ്ധമൊന്നും ചെയ്യുന്നില്ല, പാണ്ഡവർക്കെതിരെ ഇനി ഒന്നും ചെയ്യുന്നില്ല, ജീവൻ ത്യജിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവർ അറിഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ള അസുരന്മാർ അന്നേരം ദുര്യോധനെ ആശ്രയിച്ചിട്ട് നിൽക്കുകയാണ്. പല പല രാക്ഷസന്മാരും ഇതിനകം ഭൂമിയിൽ പല പല രാജാക്കന്മാരായിട്ട് ജനിച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിയാം. ഉദാഹരണത്തിന് കംസനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ കാലനേമിനി എന്ന് പറയുന്ന രാക്ഷസനായിരുന്നു അല്ലെ. കാലനേമിനി
ഭഗവാന്റെ കൈയാൽ മരിച്ച രാക്ഷസനാണ്. അതേ രാക്ഷസൻ തന്നെയാണ് കംസനായിട്ട് ജനിച്ചത്. ഉടൻ തന്നെ പാതാള ലോകത്തുള്ള അസുരന്മാരെല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തു? അവരൊരു യജ്ഞം ആരംഭിച്ചു. അവർ ഒരു കൂട്ടം ബ്രാഹ്മണരെ മന്ത്രം ജപിക്കാനായിട്ട് നിയമിച്ചു. ആ മന്ത്രജപത്താൽ വേറൊരു ലോകത്തുള്ള വ്യക്തിയെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള ശക്തിയുള്ള മന്ത്രങ്ങളാണ്. അങ്ങനെ ആ മന്ത്രങ്ങൾ ജപിച്ചു. അങ്ങനെ ആ മന്ത്രങ്ങൾ ജപിച്ച് എന്നിട്ട് ഈ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അവർ രാക്ഷസന്മാരുടെ കൂട്ടത്തിലുള്ള ബ്രാഹ്മണന്മാരാണ്. അവരും രാക്ഷസന്മാർ തന്നെയാണ്. മനസ്സിലായില്ലേ? അന്നേരം ഇവരിങ്ങനെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. മന്ത്രങ്ങൾ ഉരുവിട്ട് ആഹുതി സമർപ്പിച്ചപ്പോൾ, ഹോമാഗ്നിയിൽ ആഹുതി സമർപ്പിച്ചപ്പോൾ അവർ അഥർവവേദ മന്ത്രങ്ങളും പല പല ഉപനിഷത്ത് മന്ത്രങ്ങളും ഒക്കെ ജപിച്ചു. അതിലൂടെ ഒരു പ്രത്യേകതരം ഒരു ദേവതാരൂപം അതിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് ആ ദേവതാരൂപം ചോദിച്ചു, വളരെ ഭീകരമായിട്ടുള്ള ഒരു ദേവതാരൂപമായിരുന്നു അതിൽ നിന്ന് പുറത്തു വന്നത്. മിക്കവാറും ഒരു ആഭിചാരക്രിയ പോലെ ആയിരിക്കാം. എന്നിട്ട് ഒരു ഭീകര രൂപം അതിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് ആ ഭീകര രൂപം പറഞ്ഞു അസുരന്മാരോട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ഈ വാക്കുകൾ വളരെ കൺഫ്യൂസിംഗ് ആണ്. അതായത് അസുരൻ, രാക്ഷസൻ, ദാനവന്മാര്, ദൈത്യന്മാര്. എന്നിട്ട് അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യരുടെ ഇടയിൽ അസുരന്മാരുണ്ട്. അത് അസുരൻ എന്ന് പറയുമ്പോൾ ഗുണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ദേവന്മാരെന്ന് ദൈവീക ഗുണങ്ങളെ ഉദ്ദേശിച്ചും ദേവം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ദേവലോകത്ത് വസിക്കുന്നവരെയും ദേവന്മാരെന്ന് പറയാൻ പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ ദേവന്മാരെന്ന് പറഞ്ഞാൽ സ്വർഗലോകവാസികളായിട്ടുള്ളവരെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. ഗന്ധർവന്മാരെയും ദേവന്മാരെന്ന് പറയാൻ പറ്റും. എന്നാൽ അതേപോലെ ദാനവന്മാരെന്ന് പറയുമ്പോൾ പൊതുവെ പാതാള ലോകവാസികളാണ്. അവരെയാണ് പ്രധാനമായിട്ടും ദാനവന്മാരെന്നും പറയുന്നത്, ദൈത്യന്മാരെന്നും പറയുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ദേവന്മാരോട് അസൂയുള്ളവർ. ഇനി യക്ഷന്മാരും കണ്ടു കഴിഞ്ഞാൽ രാക്ഷസന്മാരെ പോലെ ഇരിക്കാം, പക്ഷെ അവർ ദേവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? യക്ഷന്മാര്, രാക്ഷസന്മാര് ഇവരൊക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കുമെങ്കിലും അവര് കുബേരന്റെ അനുയായികളാണ്. ഒരു മിനിറ്റ്. കുബേരന്റെ അനുയായികളാണ്. അതുകൊണ്ട് ഇവിടെ ദൈത്യന്മാരെന്ന് പറയുന്ന വാക്കിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ദൈത്യന്മാരെന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ ദിതിയുടെ മക്കൾ എന്നാണ്. ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അതിഥി, തിഥി. അത് നമുക്കറിയാലോ അല്ലെ? കശ്യപ പ്രജാപതിയുടെ 2 ഭാര്യമാരാണ്. അന്നേരം ദിതിയുടെ മക്കളാണ് ദൈത്യന്മാര്. അന്നേരം അവരാണ് ഈ പാതാള ലോകത്തിൽ താമസിക്കുന്നവർ. അന്നേരം അവർക്കാണ് ഏറ്റവും കൂടുതൽ ദേവന്മാരോട് അസൂയുള്ളത്. മനസ്സിലായില്ലേ? അന്നേരം അവർക്ക് ദേവന്മാരെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം. അന്നേരം ദേവന്മാർ എന്ത് ചെയ്യുന്നോ അവിടെ ദൈത്യന്മാര് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടിപ്പം ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം വരേണ്ട ആ ഒരു സാഹചര്യം ആയപ്പോൾ പല പല ദേവന്മാരും ഭഗവാന്റെ ആ ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്ന് അവതരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അസുരന്മാരും അതിനൊരു തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി പല പല രാജാക്കന്മാരായിട്ട് ജനിക്കുകയാണ്. അത് നേരെ മറ്റു രീതിയിൽ നമുക്ക് കാണാം. ആദ്യം അസുരന്മാർ ജനിക്കുന്നു, ഈ ദൈത്യന്മാരെല്ലാവരും പല പല രാജാക്കന്മാരായിട്ട് ജനിക്കുന്നു. അങ്ങനെ ഭൂഭാരം കൂടുന്നു. ആ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടി ഭഗവാനും ദേവന്മാരും ഭൂമിയിൽ അവതരിക്കുന്നു. ക്ലിയർ ആയില്ലേ? അന്നേരം എങ്ങനെയാണോ ഭൂഭാരം കൂടുമ്പോൾ ഭൂമി ദേവി ദേവന്മാരുടെ അടുത്ത് നിന്ന് സഹായം ചോദിക്കുന്നത്, അതേപോലെ ഇതിനെതിരായിട്ട് അസുരന്മാരും ദൈത്യന്മാരും പല പല പ്ലാനുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്.
കലിയെ പ്രോത്സാഹിപ്പിക്കാനും കലിയുഗത്തെ കൂടുതൽ ശക്തമാക്കാനും ഇപ്പോഴും അസുരന്മാർ ഓരോന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈത്യന്മാർ അവര് പല രീതിയിലും ഈ ഭൂമിയിൽ പല പല ആൾക്കാരായിട്ട് ജനിക്കുന്നു. അവർ പല പല എന്താ പറയുന്നേ ഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മളതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ലോകത്ത് എങ്ങനെയാണോ ദൈവിക ശക്തികൾ പ്രവർത്തിക്കുന്നത് അതേപോലെ ആസുരിക ശക്തികളും ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ ഇതൊരു സാധാരണ ലോകമായിട്ട് തോന്നും, മനുഷ്യർ മാത്രം വസിക്കുന്ന ലോകമായിട്ട് തോന്നും. പക്ഷെ ഇങ്ങനെയുള്ള അസുരന്മാരും ഉണ്ട്. അവരെല്ലാവരും മാനുഷിക ഗുണങ്ങളെ നശിപ്പിച്ച് അവരുടെ അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ, ഓക്കെ, ഒന്ന് ദൈത്യന്മാരായിട്ടുള്ള ആൾക്കാർ, പിന്നെ അവർ പാതാള ലോകവാസികൾ, ഇനി ദേവന്മാർ അവരുടെ ലോകത്തുണ്ട്. എന്നിട്ട് ഈ ഭൂമിയിൽ മനുഷ്യരുമുണ്ട്. എന്നിട്ട് ഇവരുടെ ഇടയിൽ ദേവന്മാർ വന്ന് ദൈവിക ഗുണങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ ആ ഗുണങ്ങളെ സ്വീകരിച്ചു തുടങ്ങും ബാക്കിയുള്ള മനുഷ്യർ. അങ്ങനെ അവർ പുണ്യാത്മാക്കളായി മാറി ദേവലോകത്ത് പോകും. മനസ്സിലായില്ലേ? ഇനി അതേ സമയത്ത് ദൈത്യന്മാരിവിടെ പല പല ദുഷ്ടപ്രവർത്തികളും ചെയ്ത് അന്നേരം അങ്ങനെയുള്ളവരെ ഹീറോ ആയിട്ട് കണ്ടുകൊണ്ട് ചില വ്യക്തികൾ നേരെ പാതാള ലോകത്തേക്കും പോകും. അങ്ങനെ ഒരു സ്പർദ്ധ, ഒരു മത്സരത നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് എപ്പോഴും കാലാകാലം നടക്കുന്ന കാര്യങ്ങളാണ്. ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീത പറയുന്നു അല്ലേ? ദേവന്മാരെ പൂജിക്കുന്നവർ ദേവലോകത്ത് പോകും, അസുരന്മാരെ പൂജിക്കുന്നവർ ആ ലോകത്തേക്ക് പോകും, ഭൂതപ്രേതാദികൾ അവരെ പൂജിക്കുന്നവർ ആ ലോകത്ത് പോകും. ഭഗവാൻ പറയുന്നു എന്നെ പൂജിക്കുന്നവർ എൻ്റെ ലോകത്തേക്ക് എത്തും. മനസ്സിലായില്ലേ? അന്നേരം ഇവിടെ ഈ ദൈത്യന്മാര് പ്രത്യേകതരം ഒരു ആഭിചാര കർമ്മം ചെയ്തു, ഒരു ഹോമം ചെയ്തു. അതിലൂടെ ഒരു ഭീകര രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ രൂപം ഒരു സ്ത്രീ രൂപമായിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ദൈത്യന്മാർ പറഞ്ഞു, ദുര്യോധനെ, ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനെ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. ആള് നിരാഹാരത്തിലിരിക്കുകയാണ്. ഉടൻ തന്നെ ആ രൂപം അപ്രത്യക്ഷമായി. എന്നിട്ട് ദുര്യോധൻ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തി. എന്നിട്ട് ആരും കാണാതെ അദൃശ്യമായിട്ട് ദുര്യോധന്റെ സൂക്ഷ്മ ശരീരത്തെ പാതാള ലോകങ്ങളിലേക്ക് കൊണ്ടുവന്നു. അന്നേരം ഇതും നമുക്കൊരു വലിയൊരു ഇൻഫർമേഷനാണ്. അതായത് മറ്റു ലോകങ്ങളിലേക്ക് നമുക്ക് സ്ഥൂല ശരീരത്തിൽ പോകാൻ കഴിയില്ല. നമ്മൾ ഈ കാണുന്ന ഈ ശരീരത്തിലൂടെ പോകാൻ കഴിയില്ല, സൂക്ഷ്മ ശരീരത്തിലൂടെ പോകാൻ കഴിയും. ആ സൂക്ഷ്മ ശരീരത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സ്വപ്നം കാണുന്ന പോലെ തോന്നും. അതായത് സ്വപ്നം എങ്ങനെയാ? നമ്മൾ കിടന്നുറങ്ങുകയാണ്, ശരീരം നിശ്ചലമായിട്ട് കിടക്കുകയാണ്, പക്ഷെ മനസ്സ് പലതും ചിന്തിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമ യാഥാർത്ഥ്യമായിട്ട് തോന്നും അല്ലേ? അതേപോലെ എന്നൊരു സ്വപ്നം അതേപോലെയാണ്. പക്ഷേ നമ്മളിങ്ങനെ മറ്റു ലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അത് സ്വപ്നമല്ല, നമ്മുടെ മനസ്സ് യഥാർത്ഥത്തിൽ സഞ്ചരിക്കുകയാണ്. മനസ്സ് നമ്മുടെ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുകയാണ്. ആ മനസ്സിനോടൊപ്പം ആത്മാവും സഞ്ചരിക്കുകയാണ്. അപ്പോൾ ദുര്യോധൻ ഒരു സ്വപ്നം കാണുന്ന പോലെ ദുര്യോധന് തോന്നുകയാണ്. ദാനവന്മാരുടെ ഈ സഭയിൽ ദുര്യോധൻ എത്തി. എന്നിട്ട് ദാനവന്മാരുടെ നേതാവ് ദുര്യോധനെ കണ്ടിട്ട് പറഞ്ഞു, രാജാക്കന്മാരുടെയും രാജാവാണങ്ങ്, ഭരതവംശത്തിൻ്റെ അഭിമാനം അങ്ങ് എപ്പോഴും പല പല വീരന്മാരും അതീവ തേജസ്വികളായിട്ടുള്ള യോദ്ധാക്കളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. പിന്നെ എന്താണ് അങ്ങ് ഇത്രയും ഇങ്ങനൊരു പ്രതിജ്ഞ എടുക്കാൻ കാരണമായത്? ആത്മഹത്യയിലൂടെ ഒരു വ്യക്തി എപ്പോഴും നരകത്തിലേക്ക് പോകും. ഒരു വ്യക്തി സ്വയം മരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവനൊരിക്കലും ശുഭകരമായിട്ടുള്ള ലോകത്തേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും ഇങ്ങനെ അശുഭകരമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. സ്വന്തം
നന്മ ഉദ്ദേശിച്ചിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനത്തെ പ്രവൃത്തികളാണോ ചെയ്യേണ്ടത് എന്ന് ദാനവന്മാരുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി ദുര്യോധനോട് പറയുകയാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ആ തീരുമാനം മാറ്റുക. ഇതിലൂടെ ഒരു ലാഭം ഉണ്ടാകത്തില്ല. നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശത്രുക്കൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ നിന്റെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നീ യഥാർത്ഥത്തിൽ സാധാരണ ഒരു മനുഷ്യനല്ല. നിന്റെ ശക്തികളെക്കുറിച്ച് നീ എല്ലാം മനസ്സിലാക്കൂ എന്ന് ആര് പറയുന്നു? ദാനവന്മാരുടെ ലീഡറായിട്ടുള്ള ആള് ദുര്യോധനോട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നതെല്ലാം നീ ശ്രദ്ധിച്ചു കേൾക്കൂ, എന്നിട്ട് തീരുമാനമെടുക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ ദാനവന്മാർ വർണ്ണിക്കുകയാണ്. ദാനവന്മാർ പറഞ്ഞു, ഭൂമിയിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു രാജാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മളെല്ലാവരും അങ്ങേപോലെ ഒരു രാജാവിനെ ലഭിക്കാനായിട്ട്, ഒരു നേതാവിനെ ലഭിക്കാനായിട്ട് നമ്മൾ കഠോര തപസ് ചെയ്തു. അങ്ങനെ സാക്ഷാൽ മഹാദേവനിൽ നിന്നും ഒരു അനുഗ്രഹത്താലാണ് അങ്ങേപോലുള്ളൊരു വ്യക്തി ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അങ്ങയുടെ ശരീരം വജ്രം കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് ആർക്കും അങ്ങയെ കൊല്ലാൻ കഴിയില്ല. അതുകൂടാതെ അങ്ങയെ സഹായിക്കാനായിട്ട് പല പല ദാനവന്മാരും രാജാക്കന്മാരായിട്ട് ജനിച്ചിട്ടുണ്ട്. അവരെല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിയും എന്ന് ദാനവന്മാർ പറയാം. യുദ്ധത്തിന്റെ സമയത്ത് ഭീഷ്മരെയും ദ്രോണരെയും കൃപാചാര്യർ ഇവരുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ ദാനവന്മാർ പ്രവേശിക്കുമെന്ന് ആലോചിച്ചോക്കണേ. അതായത് ഇപ്പോൾ അവർ പാണ്ഡവ പക്ഷത്താണ് ഹൃദയാംഗതമായിട്ട് നിൽക്കുന്നതെങ്കിലും ആ യുദ്ധത്തിന്റെ സമയത്ത് ഇവരുടെ എല്ലാം ഉള്ളിൽ ഒരു ബാധ കയറുന്ന പോലെ നമ്മൾ ദാനവന്മാരെല്ലാവരും കയറുന്നു. ഭീഷ്മരുടെ ഉള്ളിലും ദ്രോണാചാര്യരുടെ ഉള്ളിലും കൃപാചാര്യരുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും, അതായത് നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരുടെ ഉള്ളിലും നമ്മൾ ദാനവന്മാർ പ്രവേശിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഉള്ളിലെ ദയാ, കാരുണ്യം അതെല്ലാം നശിക്കും. അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന സ്വന്തം സഹോദരങ്ങളാണെങ്കിലും മക്കളാണെങ്കിലും അതൊന്നും അവർക്കൊരു വിഷയമല്ലാതെയാകും എന്ന് പറയുകയാണ്. അന്നേരം അജ്ഞാനത്താലും ക്രോധത്താലും അവർ ഒരു കാരുണ്യം കാണിക്കത്തില്ല. ലക്ഷക്കണക്കിന് യോദ്ധാക്കളെ അവർ കൊല്ലുന്നു. ഇതെല്ലാം ദുര്യോധനൻ വളരെ അത്ഭുതത്തോടു കൂടി കേൾക്കുകയാണ്. എന്നിട്ട് ദാനവൻ ശ്രേഷ്ഠനായിട്ടുള്ള ആള് പറഞ്ഞു, നീ ഒട്ടും അർജുനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ അവനെ കൊല്ലാനുള്ള ഉപായങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്നേരം ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന നരക എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു. അന്നേരം ആ രാക്ഷസൻ തന്നെയാണ് കർണനായിട്ടും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂർവജന്മത്തിലെ ആ വൈരാഗ്യം കർണന്റെ ഉള്ളിൽ കാണും, കൃഷ്ണനോടും അർജുനനോടും. അതുകൊണ്ട് ദേവേന്ദ്രൻ പല രീതിയിലും കർണന്റെ കവചവും കുണ്ടലവും തട്ടിയെടുക്കാൻ ശ്രമിക്കും. അതിനും നമ്മൾ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ നിന്നും പല പല ദൈത്യന്മാരും ഭൂമിയിൽ ഒരു വിഭാഗത്തിലുള്ള യോദ്ധാക്കളായിട്ട് മാറിയിട്ടുണ്ട്. സംസപ്തകന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള യോദ്ധാക്കൾ നമ്മൾ അർജുനുമായിട്ട് യുദ്ധം ചെയ്യും. അതുകൊണ്ട് കർണൻ അർജുനുമായിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിൽ ഈ സംസപ്തകന്മാര് അർജുനെ തോൽപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. അങ്ങേക്ക് എതിരാളികൾ ഇല്ലാതെ ഈ ഭൂമിയിൽ ഭരിക്കാൻ കഴിയും.
അതുകൊണ്ട് അങ്ങയുടെ ഈ പ്രതിജ്ഞയൊക്കെ മാറ്റൂ. അങ്ങാണ് നമുക്കൊരു ആശ്രയം, നമ്മളെല്ലാം അങ്ങയെ സഹായിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ദാനവന്മാരും ബാക്കി ദൈത്യന്മാരും എല്ലാവരും മുന്നോട്ട് വന്ന് ദുര്യോധനെ ആലിംഗനം ചെയ്തു, ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ചെല്ലു, വിജയിച്ചു വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ യജ്ഞത്തിൽ നിന്ന് വന്ന ആ ഭീകര രൂപത്തിനോട് പറഞ്ഞു, ഇനി ദുര്യോധനെ തിരിച്ചവിടെ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ആ ഭീകര രൂപം വീണ്ടും ദുര്യോധനെ ആ ഇരുന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ദുര്യോധൻ കണ്ണു തുറന്നപ്പോൾ ദൈത്യന്മാരുമായിട്ട് ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും ദുര്യോധന ഓർമ്മ വരികയാണ്. ദുര്യോധന് തോന്നുകയാണ്, ഇത് ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന പോലെ തോന്നുകയാണ്. സ്വപ്നം കണ്ടതായിട്ട് ദുര്യോധന് തോന്നുന്നില്ല. പക്ഷേ ദുര്യോധന അതിനെക്കുറിച്ച് വീണ്ടും ഒരു സംശയം പ്രകടിപ്പിച്ചു. ഇത് യഥാർത്ഥത്തിൽ നടന്നതാണോ അതോ സ്വപ്നം തന്നെയാണോ? പക്ഷേ രണ്ടാണെങ്കിലും അത് കുഴപ്പമില്ല. പക്ഷേ കുറെ ശുഭ ശകുനങ്ങളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് ദുര്യോധൻ ചിന്തിച്ചു. അതുകൊണ്ട് എന്തായാലും ഞാൻ കേട്ടതൊന്നും വെറുതെ ആവത്തില്ല. തീർച്ചയായിട്ടും പാണ്ഡവരെ തോൽപ്പിക്കാൻ കഴിയും. കർണനും സംസപ്തകന്മാരും തീർച്ചയായിട്ടും അർജുനെയും ഒരുപാട് ആയിരക്കണക്കിന് ക്ഷത്രിയന്മാരെയും വധിക്കും എന്ന് ദുര്യോധൻ ചിന്തിക്കാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ, അതായത് ഈ ദാനവന്മാർ പറഞ്ഞ വാക്കുകളെ കുറിച്ച് ദുര്യോധൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണൻ അവിടെ എത്തുകയാണ്. ദുര്യോധൻ ഉടനെ തീരുമാനിച്ചു, കണ്ട കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട എന്ന്. എന്നിട്ട് ദുര്യോധൻ ധ്യാനത്തിൽ നിന്നും പുറത്തു വന്നു എന്ന് കേട്ടിട്ട് കർണൻ പറയുകയാണ്, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, നീ നിന്റെ തീരുമാനം മാറ്റിയല്ലോ രാജാവേ. ഒരു മരിച്ച വ്യക്തിക്ക് ഒരിക്കലും ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദുഃഖിച്ചിരിക്കുക എന്നതല്ല ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. നീ എന്തിനാണ് ഇങ്ങനെ സ്വയം മരിക്കാൻ നടക്കുന്നത്? നീ നമ്മുടെ വീരയോദ്ധാവാണ്, എഴുന്നേക്കൂ. എന്നിട്ട് നമുക്ക് ആ ശത്രുക്കളെ എല്ലാം കൊല്ലണം. പുറത്തുപോയി നമ്മൾ ഇനി യുദ്ധത്തിനുള്ള തന്ത്രങ്ങൾ മെനയണം. എന്നിട്ട് അവരെല്ലാം തോൽപ്പിക്കണം. ഞാനിതാ പ്രതിജ്ഞ എടുക്കുന്നു, പാണ്ഡവർ വനവാസം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവരെ തോൽപ്പിക്കും. എന്നിട്ട് ഈ മുഴുവൻ അവരുടെ സാമ്രാജ്യം അങ്ങയുടെ കയ്യിൽ തരുന്നതായിരിക്കും എന്ന് കർണൻ പറഞ്ഞു. ആ സമയത്ത് സഹോദരന്മാരെയും കർണനെയും സന്തോഷം നൽകുന്ന രീതിയിൽ ദുര്യോധൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റു. എന്നിട്ട് ആ ദാനവന്മാർ പറഞ്ഞ ആ വാക്കുകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആളുടെ രഥത്തിൽ കയറി. എന്നിട്ട് എല്ലാ സൈനികരുമായിട്ട് ആ യുദ്ധത്തിലേക്കുള്ള ഉറച്ച തീരുമാനമായിട്ട് നേരെ ഹസ്തിനപുരിയിലേക്ക് പോവുകയാണ്. ഹരേ കൃഷ്ണ. അപ്പം എങ്ങനെയുണ്ട്? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഗന്ധർവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റതിന് ശേഷം ദുര്യോധൻ ഉറച്ച തീരുമാനം എടുത്തിരുന്നു, ഞാനിനി യുദ്ധമൊന്നുമില്ല, പാണ്ഡവരുടെ കാര്യം എല്ലാം വിട്ടിട്ട് ആള് നേരെ ഉപവാസത്തിലിരിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം, ദാനവന്മാരുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച, അതാണ് ദുര്യോധന്റെ മനസ്സിനെ മാറ്റിയത്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ഈ ഭാഗം? കമൻസിലിടൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതിനെക്കുറിച്ച് ഇനി നമ്മൾ ചർച്ച തുടരുകയാണ്. കാരണം ഇന്നലെ നമുക്ക് ഈ ഒരു ഭാഗം, ഗന്ധർവന്മാരുമായിട്ടുള്ള യുദ്ധവും പിന്നെ ഈ ദാനവന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും കുറച്ച് വലിയ അധ്യായമായിരുന്നു. അതുകൊണ്ടാണ് 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ അത് ചർച്ച ചെയ്തത്. എന്താണ് ഈ ഒരു ദാനവന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത്രയും ശക്തരാണ് പാണ്ഡവർ എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ദുര്യോധന എന്തുകൊണ്ട് വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യാൻ ഉറച്ച തീരുമാനമെടുക്കുന്നു? അതിന് കാരണം ഇതായിരുന്നു. ചർച്ച തുടരാം നമുക്ക്. ഇനി ദുർവാസ മുനിയുടെ ആഗമനം, അതാണ് നമ്മൾ ഇന്നിനി ചർച്ച ചെയ്യാൻ പോകുന്നത്.
നമുക്ക് നോക്കാം, ആ അധ്യായം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അഥവാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബാക്കി നാളെ ചർച്ച ചെയ്യാം. തുടരാം. ദ്വൈത വനത്തിൽ നടന്ന സംഭവങ്ങൾ കേട്ടപ്പോൾ ഭീഷ്മർക്ക് ദുര്യോധനുമായിട്ട് സംസാരിക്കണം എന്ന് ഒരു തീരുമാനം ഉദിച്ചു. ശകുനിയായിട്ട് കൊട്ടാരത്തിൽ ഇരിക്കുന്ന കണ്ടിട്ട് ഭീഷ്മർ അടുത്തെത്തി. എന്നിട്ട് ദുര്യോധനോട് പറഞ്ഞു, മോനെ, ഞാൻ പല പ്രാവശ്യവും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, പാണ്ഡവരുമായിട്ട് ശത്രുത വെക്കരുത്. ഞാൻ പറഞ്ഞിരുന്നു നീ വനത്തിൽ പോകണ്ട എന്ന്. പക്ഷെ എന്നിട്ടും നീ പോയി. പാണ്ഡവരുടെ ശക്തി എന്താണെന്ന് നീ മനസ്സിലാക്കി. കർണന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അതും മനസ്സിലാക്കി. നിന്റെ കൺമുന്നിൽ തന്നെ അവ ഇവിടുന്ന് യുദ്ധത്തിൽ നിന്ന് ഓടി. അവസാനം പാണ്ഡവർ തന്നെ നിന്നെ രക്ഷിക്കേണ്ടി വന്നു. അതുകൊണ്ട് നീ മനസ്സിലാക്കൂ, ആയുധന കലകളുടെ കാര്യത്തിലാണെങ്കിലും ആയുധന ശക്തിയുടെ കാര്യത്തിലാണെങ്കിലും വീര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ധർമ്മത്തിന്റെ കാര്യത്തിലാണെങ്കിലും കർണൻ എന്ന് പറയുന്നത് പാണ്ഡുപുത്രന്മാരുടെ ഒരു കാൽ ഭാഗം പോലും ശക്തിയില്ലെന്ന്. അതുകൊണ്ട് നീ കർണനെ ഇത്രയും വിശ്വസിക്കുന്നതിന് പകരം നീ പാണ്ഡവരെ വിശ്വസിക്കുക. അവരുമായിട്ട് സൗഹൃദത്തിലെത്തൂ. അതിലൂടെയാണ് നമ്മുടെ ഈ വംശം മുന്നോട്ട് പോകുന്നത്. കാരണം ഭീഷ്മർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ദുര്യോധന്റെ എല്ലാ പ്രതീക്ഷകളും കർണനിലാണ്. കർണൻ എന്നാണോ ദുര്യോധന്റെ ജീവിതത്തിൽ വന്ന് അർജുനെ വെല്ലുവിളിച്ചത്, ദുര്യോധൻ എപ്പോഴും അർജുനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ടാണ് കർണനെ കണ്ടത്. അതുകൊണ്ട് ഭീഷ്മര് പറഞ്ഞു, ഇപ്പൊ എന്തായാലും നിനക്ക് ബോധ്യപ്പെട്ടില്ലേ അർജുന്റെ മുമ്പിൽ കർണൻ ഒന്നുമല്ലെന്ന്. ഭീഷ്മർ ഇതെല്ലാം വിചാരിച്ചിട്ട് ദുര്യോധനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദുര്യോധൻ ദാനവന്മാരുടെ വാക്കുകൾ ഇപ്പോഴും അത് ഓർത്തുകൊണ്ട് ദുര്യോധൻ ചിരിച്ചു. എന്നിട്ട് ദുര്യോധൻ ചിന്തിക്കുകയാണ്, ഈ വൃദ്ധനായ ഭീഷ്മർക്ക് എന്തറിയാം, പാണ്ഡവർ വലിയൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഭീഷ്മരും വലിയൊരു അത്ഭുതം കാണാൻ പോവുകയാണ്. കാരണം ദാനവന്മാരെല്ലാവരും കൂടെ ചേർന്ന് പാണ്ഡവരെ തോൽപ്പിക്കാൻ പോവുകയാണ് എന്ന് ദുര്യോധൻ വിശ്വസിച്ചിരിക്കുകയാണ്. ദുര്യോധൻ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അവിടെ നിന്ന് പുറത്തു പോവുകയാണ്. ഭീഷ്മരാകെ നിരാശനായി. ദുര്യോധന്റെ ഈ ധാർഷ്ട്യ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല എന്ന് കണ്ടിട്ട് ഭീഷ്മർക്ക് ഒരുപാട് വിഷമമായി. ഭീഷ്മർ വിചാരിച്ചു, എന്തായാലും കുരുവംശത്തിന്റെ നാശം ഉറപ്പായി. ഭീഷ്മര് സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. ഭീഷ്മര് പോയതിനു ശേഷം ദുര്യോധനും കർണനും ശകുനിയും ദുശാസനും ഒത്തുകൂടി. എന്നിട്ട് ദുര്യോധനൻ എല്ലാവരോടും ചോദിക്കുകയാണ്, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് ഇവിടെ പറഞ്ഞു, ഇനി നമ്മുടെ ഭാഗം ജയം ഉറപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദുര്യോധൻ ചോദിക്കുകയാണ്. ഉടൻ തന്നെ ദുര്യോധൻ ഭീഷ്മർ പറഞ്ഞ കാര്യം കർണനോട് പറയുകയാണ്. അത് കേട്ടിട്ട് കർണൻ വളരെ അസ്വസ്ഥനായി. കർണൻ ചിന്തിക്കുകയാണ്, ഈ ഭീഷ്മർ എപ്പോഴും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കർണന്റെ ഉള്ളിൽ ഭീഷ്മരെ കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടായിരുന്നു. കർണൻ എപ്പോഴും ചിന്തിച്ചത്, ഭീഷ്മർ എങ്ങനെയാണോ കുരുവംശത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നത്, അതേപോലെ ഞാനും കുരുവംശത്തിന്റെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് കർണൻ ചിന്തിച്ചു, എന്തായാലും എനിക്ക് തെളിയിച്ചേ പറ്റൂ ഞാൻ കുരുവംശത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്.
അതുകൊണ്ട് കർണൻ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഭീഷ്മർ എപ്പോഴും നമ്മളെ കുറ്റം പറഞ്ഞിട്ട് പാണ്ഡവരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹം എപ്പോഴും പാണ്ഡവ പക്ഷത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് എന്നെ എപ്പോഴും കുറ്റം പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി ആ ഭീഷ്മർ പറയുന്ന വാക്കുകളൊന്നും കേൾക്കുന്നില്ല. അങ്ങ് എനിക്ക് ഒരു സൈന്യത്തെ നൽകും, ഞാൻ ഒറ്റയ്ക്ക് കൗരവർക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ കീഴടക്കാമെന്ന് പറഞ്ഞു. പാണ്ഡവരെങ്ങനെയാണോ രാജസൂയ യജ്ഞം ചെയ്യുന്നതിന് മുമ്പേ 4 ദിശകളിലും കീഴടക്കിയത്, അതേപോലെ ഞാനും എല്ലാ ദിശകളിലും പോയി പല പല രാജാക്കന്മാരെയും കീഴടക്കാം എന്ന് ആര് പറയുന്നു? കർണൻ പറയുന്നു. കുരുവംശത്തിലുള്ള എല്ലാവരും കാണട്ടെ, ഭീഷ്മരും കാണട്ടെ എന്റെ യഥാർത്ഥ ശക്തി എന്താണ്. അങ്ങ് ആജ്ഞാപിച്ചാൽ മാത്രം മതി, ഞാൻ ഉടൻ തന്നെ പോകാം. ഇത് കേട്ടോണേ ദുര്യോധന് വലിയ സന്തോഷമായി. ഇത് പറഞ്ഞു, നിന്നെ പോലൊരു സുഹൃത്തിനെ ലഭിച്ച എന്റെ വലിയൊരു ഭാഗ്യമാണ്. ഇത് തന്നെയാണ് അങ്ങ് നീ ചെയ്യേണ്ടത്. അതിൽ എത്രയും പെട്ടെന്ന് പോകൂ, എന്നിട്ട് എന്റെ ശത്രുക്കളെ എല്ലാം തോൽപ്പിക്കും. എനിക്ക് എല്ലാ നന്മയും വരട്ടെ. എനിക്ക് എന്താ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് ദുര്യോധൻ പറഞ്ഞു. ഉടൻ തന്നെ കർണൻ എന്ത് ചെയ്തു? സൈന്യവ്യൂഹത്തെ തയ്യാറാക്കി പല ദിശകളും കീഴടക്കാനായിട്ട് കർണൻ പോവുകയാണ്. ദുര്യോധൻ വലിയൊരു സൈന്യ കൂട്ടത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് ബ്രാഹ്മണരോടെല്ലാം ഉചിതമായിട്ടുള്ള സമയം നോക്കി ഏത് ദിവസമായിരിക്കും ഏറ്റവും ഉചിതമെന്ന്, എന്നിട്ട് ധൃതരാഷ്ട്രയുടെ അനുമതിയോടുകൂടി ആ ദിവസം തിരഞ്ഞെടുക്കുകയാണ്. കർണന്റെ ഈ നീക്കത്തെ ഭീഷ്മരോ വിതുരരോ ഒരിക്കലും അനുമതി നൽകിയില്ല. അവർ മിണ്ടാതിരുന്നു. എന്നിട്ട് അവർ വിചാരിച്ചു, ഈ തിരുമണ്ടൻ എവിടെയെങ്കിലും പോയി തോൽക്കുമ്പോൾ നല്ല പാഠം പഠിക്കുമെന്ന് വിചാരിച്ചു. ആരെ? ഭീഷ്മരും വിതുരരും വിചാരിച്ചു. പിന്നെ എത്രത്തോളം നാള് ഇവ ഇവിടെ ഇല്ലാതിരിക്കുന്നോ അത്രത്തോളം ദുര്യോധനെ കൂടുതൽ വഴിതെറ്റിക്കത്തില്ല എന്ന് ഭീഷ്മരും ദ്രോണനും വിതുരനും വിചാരിച്ചു. അങ്ങനെ ബ്രാഹ്മണരുടെ എല്ലാം അനുഗ്രഹത്താൽ, ശുഭമന്ത്രങ്ങളുടെ ഉച്ചാരണത്താൽ, അതിന്റെ അകമ്പടിയോടുകൂടി കർണൻ ആയിരക്കണക്കിന് പടയാളികളുമായിട്ട് ആള് പല പല ദിശകളും കീഴടക്കാനായിട്ട് പോവുകയാണ്. ആദ്യം ദ്രുപദന്റെ രാജ്യം തന്നെ കീഴടക്കി. ദ്രുപദൻ കൗരവരുടെ ആധിപത്യത്തെ ഒരിക്കലും അംഗീകരിച്ചില്ല. പക്ഷേ ഹസ്തിനപുരിയുടെ ആ സൈന്യത്തിന്റെ മുമ്പിൽ തോൽക്കേണ്ടി വന്നു ദ്രുപദൻ. അതിനുശേഷം കർണൻ വടക്ക് ഭാഗത്തേക്ക് പോയി. അവിടെ പോയി കുറെ രാജാക്കന്മാരെയും തോൽപ്പിച്ചു. കർണൻ ഭാഗദത്തനെ തോൽപ്പിച്ചു. ഹിമാലയ സാനുക്കളിലുള്ള പല രാജാക്കന്മാരെയും തോൽപ്പിച്ചു. കിഴക്ക് ദിശയിലേക്ക് പോയി അവിടെയും പല വിഭാഗത്തിലുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചു. അവർക്ക് ആർക്കും കർണനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഭൂമിയിൽ തന്നെ വളരെ കുറച്ച് യോദ്ധാക്കൾക്ക് മാത്രമേ കർണനുമായിട്ട് പിടിച്ചിരിക്കാൻ കഴിയത്തുള്ളായിരുന്നു. പ്രത്യേകിച്ച് കുരുവംശത്തിന്റെ സൈന്യത്തിന്റെ ബലവും കൂടെ കർണൻ ഉണ്ടായതുകൊണ്ട് പല പല യോദ്ധാക്കളും തോറ്റു കർണന്റെ മുമ്പിൽ. ദക്ഷിണ ദിശയിലുള്ള, അതായത് വടക്ക് കീഴടക്കി, കിഴക്ക് കീഴടക്കി, ഇനി ദക്ഷിണ ദിശയിലേക്ക് പോയി ആ ദക്ഷിണ ദിശയിലുള്ള എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി. അതിനുശേഷം പടിഞ്ഞാറ് ദിശയിലേക്ക് പോയി അവിടെയും എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ചു. അങ്ങനെ ഒരു വർഷത്തിന്റെ ഉള്ളിൽ കർണൻ വലിയ കുന്നുകണക്കിന് സ്വർണ്ണ രത്നങ്ങൾ ശേഖരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അതെല്ലാം ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വലിയ 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 എന്താ പറയുന്ന ഈ കാളവണ്ടികളിൽ വലിയ വലിയ ശക്തമായിട്ടുള്ള കാളകൾ വലിക്കേണ്ടി വന്നു. അത്രത്തോളം സ്വത്തുവകകളാണ് കർണൻ തിരിച്ചു കൊണ്ടുവന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. മഹാഭാരതത്തിൽ കർണന്റെ കുറ്റങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. കർണൻ ഒളിച്ചോടിയ സമയത്ത്, യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടിയ സമയത്ത്
ഓടിയ കാര്യവും പറയുന്നുണ്ട്. അതേ സമയത്ത് കർണന്റെ ആ ഒരു സാഹസികത പ്രകടിപ്പിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഈ കർണൻ പ്രധാനമായിട്ടും ജയിച്ച ഒരു ഭാഗം ഇതാണ്. അതായത് ദുര്യോധനു വേണ്ടി 4 ദിശകളിലും പോയി എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ചു. അതാണ് കർണന്റെ ഏറ്റവും വലിയ സാഹസികത. പിന്നെ ഘടോത്കചനുമായിട്ടുള്ള യുദ്ധം, ഘടോത്കചനെ കൊല്ലുകയാണ്. അത് കർണന്റെ ശക്തിയല്ല. ആക്ച്വലി കർണന് ലഭിച്ച ആ അസ്ത്രത്തിന്റെ ആയുധത്തിന്റെ പവർ കൊണ്ടാണ് ഘടോത്കചൻ മരിച്ചത്. കാരണം അതിനു മുമ്പേ കർണൻ പല രീതിയിലും ഘടോത്കചനെ കൊല്ലാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. അന്നേരം കർണന്റെ ഏറ്റവും വലിയ ശൗര്യം കാണുന്നത് ഈ ഒരു ഭാഗത്താണ്. അന്നേരം ഈ ഒരു ഭാഗത്ത് മാത്രമേ കർണനെ കുറിച്ചിട്ട് ഇത്രയും മഹായോദ്ധാവായിട്ട് കാണിക്കുന്നുള്ളൂ. അതായത് പാണ്ഡവർക്കെതിരെ കർണന്റെ ഒരു കാര്യവും നടക്കത്തില്ല. പാണ്ഡവരുടെ മുമ്പിൽ കർണന് പിടിച്ചിരിക്കാൻ കഴിയില്ല, ഘടോത്കചന്റെ മുമ്പിലും പിടിച്ചിരിക്കാൻ കഴിയില്ല. പക്ഷെ മറ്റ് രാജാക്കന്മാരുടെ മുമ്പിൽ കർണൻ വലിയൊരു യോദ്ധാവ് തന്നെയാണ്. മനസ്സിലായില്ലേ? അന്നേരം ഭീഷ്മർ പറയുന്നു അതാണ്, പാണ്ഡവരുടെ മുമ്പിൽ കർണന് ഒന്നും ചെയ്യാൻ കഴിയില്ല, പ്രത്യേകിച്ച് അർജുന്റെ മുമ്പിൽ. പൊതുവെ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, കർണനാണ് ഏറ്റവും വലിയ യോദ്ധാവെന്ന്. പക്ഷെ അങ്ങനെയല്ല. അർജുന്റെ ശക്തി എന്ന് പറഞ്ഞാൽ കർണനെക്കാട്ടി ഒരുപാട് ശക്തനാണ് അർജുൻ. ധാർമ്മികത കൊണ്ടും തപോബലം കൊണ്ടും എല്ലാം കർണനെ കാട്ടി ഒരുപാട് ശ്രേഷ്ഠനാണ് അർജുൻ. കർണനെ കാട്ടി എന്ന് പറയണ്ട, കർണൻ ഒരുപാട് അധർമ്മം ചെയ്തിട്ടുണ്ട്. അർജുൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്കുന്ന ആളാണ്. ഈ ലോകത്ത് ആർക്കും അർജുന്റെ അടുത്ത് എത്താൻ പോലും കഴിയില്ല, അർജുന്റെ ഒരു അംശം പോലും എത്താൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അങ്ങനെ 4 ദിക്കുകളും പല പല രാജാക്കന്മാരെയും തോൽപ്പിച്ച് കുന്നുകണക്കിന് സമ്പത്ത് കൊണ്ടുവന്നു കർണൻ. എന്നാൽ ഇതാണ് ഞാൻ പറയുന്നൊരു കാര്യം, മഹാഭാരതത്തിൽ കർണൻ ചെയ്ത ശരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ദേവേന്ദ്രനാണെന്ന് മനസ്സിലാക്കിയിട്ടും കവചകുണ്ടലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും നിസ്സാര കാര്യമല്ല. ആ വാക്കിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതും നിസ്സാര കാര്യമില്ല. അതും കർണൻ ചെയ്ത വലിയൊരു ത്യാഗം തന്നെയാണ്. പിന്നെ യുധിഷ്ഠിരനെ കൊല്ലാൻ അവസരം കിട്ടിയിട്ടും, യുധിഷ്ഠിരനെയും ഭീമസേനെയും കൊല്ലാൻ അവസരം കിട്ടിയിട്ടും കൊന്നില്ല. അതും വലിയൊരു ത്യാഗമാണ് കർണൻ ചെയ്തത്. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. പക്ഷെ കർണൻ ചെയ്ത തെറ്റുകളും പറയുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ ആ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുന്നതാണ് ശരിയല്ലാതെയാകുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ഇവിടെ കർണൻ എന്ത് ചെയ്തു? 4 ദിശകളിലും പോയി എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി. എന്നിട്ട് ഒരുപാട് സമ്പത്തുമായിട്ട് തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് എത്തുകയാണ്. ദുര്യോധന്റെ അച്ഛനായ ധൃതരാഷ്ട്രനും ദുര്യോധന്റെ സഹോദരന്മാർക്കും ഒക്കെ വലിയ സന്തോഷമായി. അവരെല്ലാം കർണനെ അഭിനന്ദിച്ചു, ആലിംഗനം ചെയ്തു. ഒരു ദുര്യോധൻ പറഞ്ഞു, ഭീഷ്മര് കർണൻ ദാനശീലനുമാണല്ലോ. ദാനശീലനാണ്, പക്ഷെ അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ്? അത് കർണന്റെ അച്ഛൻ പറഞ്ഞതാണ്. കർണന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സൂതനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, അതായത് പാണ്ഡവരെ ലാക്ഷാഗൃഹത്തിൽ കൊല്ലാൻ നോക്കിയപ്പോൾ അതിന് കർണൻ കൂട്ടുകയും, എന്നാൽ അതിൽ ഒരുപാട് ദുഃഖം തോന്നി കർണൻ. അതിന് പ്രായശ്ചിത്തമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ദാനധർമ്മങ്ങൾ ചെയ്യാൻ. അതിന്റെ പേരിൽ തുടങ്ങിയതാണ് ഈ ദാനധർമ്മങ്ങൾ. അന്നാണ് പ്രതിജ്ഞ എടുക്കുന്നത്, ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും ദാനധർമ്മങ്ങൾ ചെയ്യാമെന്ന്. സൂര്യന് തർപ്പണങ്ങൾ ചെയ്തതിന് ശേഷം ആരാണോ വരുന്നത് അവർക്ക് എന്തും കൊടുക്കും, ദാനധർമ്മങ്ങൾ ചോദിച്ചാൽ എന്തും കൊടുക്കും എന്നൊരു തീരുമാനം കർണൻ അപ്പോഴാണ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ അതേ സമയത്ത് ക്ഷത്രിയർ ഒരിക്കലും ദാനം സ്വീകരിക്കാനും പാടില്ല. പക്ഷെ ദുര്യോധനിൽ നിന്ന് ദാനം സ്വീകരിച്ചു, അംഗരാജ്യം പേടിച്ചു അല്ലേ? അതുകൊണ്ട് ദാനത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പറയാം. പക്ഷെ അതിന്റെ പേരിൽ അതൊരു വലിയ ഗുണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചെയ്ത ഒരു തെറ്റിനെ അതിന് എന്താ പറയുന്നത്, പ്രായശ്ചിത്തമായിട്ട് ചെയ്യുകയാണിത്. ഇവിടെ കാരണം ദുര്യോധൻ പറഞ്ഞു, എനിക്ക് ഭീഷ്മരിൽ നിന്നും ദ്രോണരിൽ നിന്നും കൃപാചാര്യരിൽ നിന്നും എന്താണോ കിട്ടാത്തത് അത് എനിക്ക് നിന്നിൽ നിന്ന് കിട്ടുവാണ് കർണ. അതായത് ഇവരാരും, ദുര്യോധൻ യുവരാജാവായതിനു ശേഷം
എല്ലാ രാജാക്കന്മാരെയും കീഴടക്കാൻ വേണ്ടി പോയിട്ടില്ല. അതുകൊണ്ട് ദുര്യോധൻ പറഞ്ഞു, നീയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത്, നീയാണ് എൻ്റെ യഥാർത്ഥ സംരക്ഷകൻ, നിന്റെ മുമ്പിൽ പാണ്ഡവരോ മറ്റ് രാജാക്കന്മാരോ ഒന്നുമല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതേ ആള് തന്നെയാണ് ഗന്ധർവന്മാരുമായിട്ട് യുദ്ധം ചെയ്ത സമയത്ത് ഓടിയെന്ന് ആലോചിക്കുക. അന്നേരം ഈ ഭൂമിയിലുള്ള രാജാക്കന്മാർ മറ്റ് രാജാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ കർണൻ ഒരുപാട് ശക്തനാണ്. പക്ഷേ പാണ്ഡവരുടെ വിജയം എന്ന് പറഞ്ഞാൽ പാണ്ഡവര്, പ്രത്യേകിച്ച് അർജുൻ, ദേവന്മാരുമായിട്ട് വരെ യുദ്ധം ചെയ്യും. ഗന്ധർവന്മാരുമായിട്ടുള്ള യുദ്ധം നമ്മൾ കേട്ടില്ലേ? എന്നിട്ട് നമ്മൾ ഭീമനെ നോക്കുകയാണെങ്കിലും ഭീമനും യക്ഷന്മാരുമായിട്ടൊക്കെ യുദ്ധം ചെയ്യാൻ, അങ്ങനെയുള്ള യുദ്ധം ഒരിക്കലും കൗരവർക്ക് പറ്റത്തില്ല, കർണനൊന്നും പറ്റത്തില്ല. പാണ്ഡവർ വളരെ ശക്തിശാലികളാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അർജുന്റെ നിവാദ കവചകന്മാരുമായിട്ടുള്ള യുദ്ധം? എത്ര ശക്തമായിട്ടുള്ള യുദ്ധമായിരുന്നു. അതിനുശേഷം ഭീമസേനൻ യക്ഷന്മാരുമായിട്ട്, കുബേരന്റെ സൈനികരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത്. ഇതാണെങ്കിൽ കർണന് കൗരവ സൈന്യം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം ആലോചിക്കണം, ഇതേ ദ്രുപദനുമായിട്ട് ഇതിനു മുമ്പേ യുദ്ധം നടന്നിട്ടുണ്ട്. ദുര്യോധനാദികൾ എല്ലാവരും ഉണ്ടായിട്ട് എല്ലാവരുമായിട്ട് പോയപ്പോഴും ദ്രുപദൻ കർണനെയും ബാക്കി ദുര്യോധനാദികളെ എല്ലാവരും ബന്ദിയാക്കിയിട്ടുണ്ട്. ക്ഷമിക്കണം, ആ സമയത്ത് കർണനില്ല. ആ സമയത്ത് കർണനും ദുര്യോധനും കൂടെ സൗഹൃദത്തിൽ എത്തുന്നത് ഈ ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിൽ നിന്നും എല്ലാ വിദ്യയെല്ലാം അഭ്യസിച്ചതിന് ശേഷം അത് പ്രദർശിപ്പിക്കുന്ന സമയത്താണ് കർണനുമായിട്ട് കണ്ടുമുട്ടുന്നത്. ശരിയാണ്, അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അന്നേരം കർണൻ ആദ്യമായിട്ട് യുദ്ധം ചെയ്യുന്നത് ദ്രുപദനുമായിട്ട് ഇപ്പോൾ തന്നെയാണ്. പക്ഷേ മറ്റ് ശക്തരായിട്ടുള്ള വേറെ യോദ്ധാക്കൾ, അവരുമായിട്ടൊന്നും കർണൻ ഒരിക്കലും പിടിച്ചിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ദേവലോകവാസികളായിട്ടുള്ള യോദ്ധാക്കൾ, അവരുമായിട്ട് പിടിച്ചിരിക്കാൻ കഴിയില്ല. പിന്നെ അർജുനുമായിട്ട് തന്നെ പല പ്രാവശ്യം യുദ്ധം നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ദ്രൗപദി ദേവിയുടെ സ്വയംവരത്തിലും അർജുനുമായിട്ട് കർണൻ യുദ്ധം ചെയ്യുന്ന, അതിൽ തോറ്റു. പിന്നെ വിരാട യുദ്ധത്തിലും തോറ്റു. അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തുടരാം നമുക്ക്. കർണൻ ഇങ്ങനെ വിജയിച്ചു വന്നപ്പോ പ്രജകളിൽ കുറച്ചു പേർക്ക് സന്തോഷമായി. പക്ഷേ പാണ്ഡവരുടെ പക്ഷത്തുള്ള പ്രജകൾ അത്ര സന്തോഷിച്ചില്ല. അവർ നിശബ്ദരായിട്ട് നിന്നു. ധൃതരാഷ്ട്രർക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് കർണനെ കെട്ടിപ്പിടിച്ചോ. സ്വന്തം മകനെ പോലെ ധൃതരാഷ്ട്രർ കർണനെ ഇഷ്ടപ്പെട്ടു. ആ ദിവസം മുതൽ ദുര്യോധൻ കർണന്റെ ശക്തിയെ നേരിട്ട് കണ്ടു. അതോടുകൂടി ദുര്യോധന കർണനിലുള്ള വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു. അതുകൊണ്ട് ദുര്യോധൻ തീരുമാനിച്ചു, ഞാൻ ഇനി രാജസൂയ യജ്ഞം ചെയ്യാം. കാരണം ഈ ലോകത്തുള്ള എല്ലാം എൻ്റെ അധീനതയിലായി. അതുകൊണ്ട് പാണ്ഡവരെ പോലെ തന്നെ ശക്തരാകണമെന്ന്, അതുകൊണ്ട് രാജസൂയ യജ്ഞവും ഞാൻ ചെയ്യാം എന്ന്, രാജസൂയ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്ന് ദുര്യോധൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ദുര്യോധൻ അദ്ദേഹത്തിന്റെ രാജപുരോഹിതന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു രാജസൂയ യജ്ഞം ചെയ്യാൻ. ഉടൻ തന്നെ പുരോഹിതൻ പറഞ്ഞു, അത് സാധ്യമല്ല. യുധിഷ്ഠിരൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം വേറെ ആർക്കും രാജസൂയ യജ്ഞം ചെയ്യാൻ കഴിയില്ല. ഒരു രാജാവിന് ഒരിക്കൽ മാത്രമേ രാജസൂയ യജ്ഞം ചെയ്യാൻ കഴിയൂ. അന്നേരം രാജസൂയ യജ്ഞം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ഉള്ളിടത്തോളം കാലം വേറെ ആർക്കും അത് ചെയ്യാൻ കഴിയില്ല. അതുകൂടാതെ സ്വന്തം അച്ഛൻ ഉള്ളിടത്തോളം കാലം ആർക്കും രാജസൂയ യജ്ഞം ചെയ്യാൻ കഴിയില്ല. അന്നേരം പാണ്ഡവരുടെ അച്ഛൻ ഇല്ല, അതുകൊണ്ട് പാണ്ഡവർക്ക് ചെയ്യാം, കാരണം അവർക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പക്ഷെ ദുര്യോധന് ചെയ്യാൻ കഴിയില്ല, ധൃതരാഷ്ട്രർ ഉണ്ടായതുകൊണ്ട്.
ഉടൻ തന്നെ രാജപുരോഹിതൻ പറഞ്ഞു, രാജസൂയ യജ്ഞത്തെ പോലെ വേറൊരു യജ്ഞമുണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. ആ യജ്ഞത്തിന്റെ പേരാണ് വൈഷ്ണവ യജ്ഞം. സ്വയം ഭഗവാൻ വിഷ്ണു തന്നെയാണ് ഈ യജ്ഞം ചെയ്തിരിക്കുന്നത്. അത് രാജസൂയ യജ്ഞം പോലെ തന്നെയാണ്. എന്നിട്ട് അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുരോഹിതൻ പറഞ്ഞു, പല ഈ ഭൂമിയിലുള്ള പല രാജാക്കന്മാരിൽ നിന്നും ലഭിച്ച സ്വർണം കൊണ്ട് ഒരു കലപ്പ ഉണ്ടാക്കാൻ പറഞ്ഞു. ഈ കലപ്പ കൊണ്ട് മണ്ണ് ഉഴുതെടുക്കണം, എന്നിട്ട് ആ സ്ഥലത്ത് യജ്ഞം ചെയ്യണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ദുര്യോധൻ ധൃതരാഷ്ട്രമായിട്ട് ബാക്കിയുള്ള ആളുടെ മന്ത്രിമാരുമായിട്ടൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അവരെല്ലാം ഒരേപോലെ അംഗീകരിച്ചു. എന്നിട്ട് ആ യജ്ഞത്തിന് വേണ്ടി ഓരോരോ ആൾക്കാരെയും നിയമിച്ചു. എന്നിട്ട് സ്വർണം കൊണ്ട് വലിയൊരു കലപ്പ നിർമ്മിക്കാൻ പറഞ്ഞു. മുതിർന്ന കുരുവംശത്തിലുള്ള എല്ലാവർക്കും വളരെ സന്തോഷമായി ദുര്യോധന യജ്ഞം ചെയ്യുന്നതായിട്ട്. അന്നേരം ഭീഷ്മർക്ക് ഉൾപ്പെടെ അവർക്കൊക്കെ തോന്നി, കാരണം ഇങ്ങനെ ഒരു യജ്ഞം ചെയ്യുന്നതിലൂടെ അവന്റെ പുണ്യം വർദ്ധിക്കും, വർദ്ധിക്കുന്നതിലൂടെ അവന്റെ മനസ്സ് നന്മയിലേക്ക് തിരിഞ്ഞാലോ. അങ്ങനെ ഒരുപാട് ദൂതന്മാരെ അയച്ചു പല ദിശകളിലേക്ക്, പല രാജാക്കന്മാരെ ക്ഷണിക്കാനായിട്ട്. ദുശ്ശാസൻ പ്രത്യേകിച്ച് പറഞ്ഞു, ദ്വൈതവനത്തിൽ പോയി പാണ്ഡവരെയും ക്ഷണിക്കണം, കാരണം നമ്മുടെ ശക്തി എന്താണെന്ന് അവരറിയണമല്ലോ. യുധിഷ്ഠിരൻ ഈ ഒരു ക്ഷണത്തെക്കുറിച്ച് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ദൂതൻ അവിടെ ചെന്ന് ക്ഷണിക്കാനായിട്ട്. അന്നേരം പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും വലിയൊരു സൗഭാഗ്യമാണ് ദുര്യോധന ഈ ഒരു യജ്ഞം ചെയ്യാൻ കഴിയുന്നത്. എനിക്ക് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണമെന്നുണ്ട്, പക്ഷേ സാധ്യമല്ല. കാരണം ഞാനിപ്പോൾ വനവാസത്തിൻ്റെ പ്രതിജ്ഞയിലാണല്ലോ. എന്നിട്ട് വനവാസത്തിൻ്റെ ആ കാലാവധി കഴിയുന്നത് വരെ എനിക്കൊരിക്കലും ഇവിടുന്ന് വരാൻ കഴിയില്ല. അതുകൊണ്ട് 13 വർഷം വനവാസവും കഴിഞ്ഞു, 1 വർഷത്തെ അജ്ഞാതവാസം കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നു. പക്ഷെ ഭീമൻ ആ ദൂതനെ തുറച്ചു നോക്കിയെന്നതാണ്. എന്നിട്ട് ദൂതനോട് പറഞ്ഞു, ദുര്യോധനെയും ബാക്കിയുള്ള സഹോദരങ്ങളെയും നമ്മുടെ ആയുധമാകുന്ന ആ ശൃവത്തിൽ ഹോമാഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചെത്തൂ എന്ന് പറയും. ഇതേപോലെ തന്നെ ദുര്യോധനന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. 13 വർഷം പൂർത്തീകരിക്കുമ്പോൾ ധർമ്മരാജൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭരണാധികാരിയായിട്ട് മാറും. എന്നിട്ട് എങ്ങനെയാണോ ഹോമാഗ്നിയിൽ നെയ്യ് ഒഴിക്കുന്നത്, അതേപോലെ ദുര്യോധനെയും ദുര്യോധന്റെ സഹോദരങ്ങളെയെല്ലാം ഹോമത്തിൽ സമർപ്പിക്കുന്നതായിരിക്കും. യുദ്ധത്തിൽ നെയ്യ് എങ്ങനെയാണോ ഹോമാഗ്നിയിൽ സമർപ്പിക്കുന്നത്, അതേപോലെ യുദ്ധകളത്തിൽ നിങ്ങളെയെല്ലാം യുദ്ധമാകുന്ന ഹോമാഗ്നിയിൽ സമർപ്പിക്കുന്നതായിരിക്കും. ആ സമയത്തെ നമ്മൾ ഇനി വരുന്നുള്ളൂ. ദുര്യോധൻ ഇത് കേട്ടുടൻ തന്നെ ദുര്യോധൻ ചിരിച്ചു, കളിയാക്കി ചിരിച്ചു, പുച്ഛിച്ച് ചിരിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ബ്രാഹ്മണരും ക്ഷത്രിയരും ഹസ്തിനപുരിയിലേക്ക് എത്തി. അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തു. അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണവും കുടിക്കാനുള്ള പാനീയങ്ങളും നല്ല താമസ സൗകര്യവും ഒക്കെ തയ്യാറാക്കിയിരുന്നു. വിതുരർ സ്വയം അതിഥികളെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. അവരെ എല്ലാം വേണ്ട രീതിയിൽ സ്വീകരിച്ചിരുത്തിയതിനു ശേഷം അവർക്ക് യജ്ഞവേദിയിലേക്ക് ഉള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ സന്ദർശിക്കാനെത്തിയ ഒരുപാട് രാജാക്കന്മാർ ദുര്യോധനും സഹോദരങ്ങൾക്കും ബ്രാഹ്മണർക്കും എല്ലാം ഒരുപാട് ഉപഹാരങ്ങൾ നൽകി. യജ്ഞം കഴിഞ്ഞതിന് ശേഷം ദുര്യോധൻ സ്വന്തം സഹോദരങ്ങളുമായിട്ട് ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അന്നേരം ആ യജ്ഞത്തിന്റെ ആ ഒരു സമ്പദ് സമൃദ്ധിയൊക്കെ കണ്ടിട്ട് ദുര്യോധന്റെ
സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാം പറഞ്ഞു, ഇങ്ങനെ ഒരു യജ്ഞം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, ദേവന്മാർക്കും പൂർവികർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരിക്കുന്നു എന്നും അവരെല്ലാവരും പറഞ്ഞു. പക്ഷേ ചില നിർഭയരായിട്ടുള്ള പ്രജകൾ പറഞ്ഞു, യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിന്റെ മുമ്പിൽ ഇതൊന്നുമല്ലെന്ന്. ഇതൊക്കെ ദുര്യോധൻ കേട്ടു, പക്ഷെ തിരിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷെ ദുര്യോധന് സ്വയം അറിയാം അത് സത്യമാണ്. കാരണം രാജസൂയ യുധിഷ്ഠിരൻ ചെയ്ത പോലെ ഒരു രാജസൂയ യജ്ഞം ഇതിനു മുമ്പേ ആരും ചെയ്തിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്തിട്ടില്ല. ഏറ്റവും വലിയ സമ്പദ് സമൃദ്ധിയായിരുന്നു രാജസൂയ യജ്ഞത്തിലൂടെ എല്ലാവരും കണ്ടത്. എന്നിട്ട് ഈ ദുര്യോധൻ ചെയ്ത യജ്ഞം അതിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്ന് ദുര്യോധൻ അറിയാം. കർണന് മനസ്സിലായി. ഇത് കേട്ട ഉടനെ ദുര്യോധന് വളരെ വിഷമായെന്ന്. പക്ഷെ കർണൻ ദുര്യോധന്റെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ഈ യജ്ഞം ചെയ്യാൻ കഴിഞ്ഞത്. ഇത് ഒരു തുടക്കം മാത്രമാണ്. യുദ്ധത്തിൽ പാണ്ഡവർ മരിച്ചതിന് ശേഷം നീ രാജസൂയ യജ്ഞം ചെയ്യും എന്ന് കർണൻ പറഞ്ഞു. ഞാൻ അതിനായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് കർണൻ പറഞ്ഞു. എന്നിട്ട് ഉടൻ തന്നെ ദുര്യോധൻ കർണനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ദുര്യോധൻ പറഞ്ഞു, എന്നായിരിക്കും എനിക്ക് പാണ്ഡവരെ കൊല്ലാൻ കഴിയുക, എന്നായിരിക്കും ഞാൻ രാജസൂയ യജ്ഞം ചെയ്യുന്നതെന്ന്. എന്നിട്ട് കർണൻ ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കൂ ദുര്യോധന, ഞാൻ അർജുനെ കൊല്ലുന്നത് വരെ ഞാൻ ഒരിക്കലും ആർഭാടമായിട്ട് ജീവിക്കത്തില്ല. ഞാൻ ഇനിയും കൂടുതൽ ദാനധർമാദികൾ ചെയ്യും. ആരെന്റെ മുമ്പിൽ വന്ന് എന്ത് ചോദിച്ചാലും ഞാനത് നൽകിയിരിക്കും എന്നൊരു കർണൻ പ്രതിജ്ഞ എടുക്കുകയാണ്. ഈ കർണന്റെ പ്രതിജ്ഞ കേട്ടിട്ട് ധൃതരാഷ്ട്രരുടെ പുത്രന്മാരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ഉടൻ തന്നെ അവർ വിചാരിച്ചു, എന്തായാലും ഇനി പാണ്ഡവർ മരിച്ചു തന്നെയാണ്. അങ്ങനെ അവരെല്ലാവരും കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് പാണ്ഡവരും കർണന്റെ പ്രതിജ്ഞയെക്കുറിച്ച് കേൾക്കുകയാണ്. ഈ പ്രതിജ്ഞ കേട്ടിട്ട് ഭീമനും അർജുനും വലിയ ദേഷ്യമായി. അതേ സമയത്ത് അവരത് കളിയാക്കുകയും ചെയ്യുന്നു. പക്ഷേ യുധിഷ്ഠിരന് വലിയ ആശങ്കയായി. കാരണം കർണന്റെ കവചത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ കവചം ഉള്ളിടത്തോളം കാലം കർണനെ എന്തായാലും വധിക്കാൻ കഴിയില്ല. യുധിഷ്ഠിരൻ ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. യുധിഷ്ഠിരൻ ചിന്തിച്ചു, ഞാൻ കാരണമാണ് എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം ഈ ഒരു അവസ്ഥ വന്നത്. ഇപ്പോൾ അവരുടെ ജീവന് വരെ വലിയ ആപത്തായിരിക്കുകയാണ്. ഇനി തിരിച്ചെത്തുമ്പോൾ വലിയൊരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. കർണനും ഒരുപാട് യോദ്ധാക്കളും കൗരവരെ സഹായിക്കാനായിട്ട് നിൽക്കുകയാണ്. ഓരോ ദിവസവും കഴിയുന്തോറും യുധിഷ്ഠിരൻ കൂടുതൽ ആശങ്കയിലായി. ആ ചൂതുകളിയും കർണന്റെ വാക്കുകളും ദുര്യോധന്റെ കളിയാക്കലും ഇതെല്ലാം ചിന്തിച്ച് പാവം യുധിഷ്ഠിരൻ ഒരുപാട് വിഷമിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും ആരോ വലിയൊരു കുന്തം വെച്ച് യുധിഷ്ഠിരന്റെ ഹൃദയത്തിൽ കുത്തുന്നത് പോലെ പാവം യുധിഷ്ഠിരന് തോന്നുകയാണ്. യുധിഷ്ഠിരന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് മറ്റു പാണ്ഡവർക്കും ദ്രൗപദി ദേവിക്കും ഒരുപാട് വിഷമമായി. അവരെല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു കൗരവരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. ഓരോ ദിവസവും വളരെ ശക്തമായിട്ടുള്ള പരിശീലനങ്ങൾ പാണ്ഡവർ ചെയ്യാൻ തുടങ്ങി. യുദ്ധത്തിന് വേണ്ടി അവരുടെ ശരീരത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ അവർ ഏറ്റവും കഠിനമായിട്ടുള്ള പരിശീലനം ചെയ്യാൻ തുടങ്ങി. തളർച്ചയൊന്നും ചിന്തിക്കാതെ, അലസത അതിനൊന്നും വഴി കൊടുക്കാതെ അവരുടെ ക്രോധം ശക്തമാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 13 വർഷത്തെ വനവാസം കഴിയാറായി. ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ആ സമയത്ത് വ്യാസ മഹർഷി അവിടെ എത്തുകയാണ്. യുധിഷ്ഠിരൻ സ്വാഗതം ചെയ്തു.
എന്നിട്ട് വ്യാസമഹർഷിയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് യുധിഷ്ഠിരൻ അവിടെ ഇരിക്കുകയാണ്. പാണ്ഡവരെല്ലാം ഭക്ഷണമൊന്നും നേരെ ചൊവ്വയില്ലാത്തതുകൊണ്ട് വളരെയധികം ക്ഷീണിതരായിട്ട് കണ്ടു. വ്യാസമഹർഷിക്ക് ഒരുപാട് കാരുണ്യം തോന്നി. കണ്ണീരോടെ അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്ത് ആർക്കും സുഖം മാത്രം ആസ്വദിക്കാൻ കഴിയില്ല. ആരെങ്കിലും സുഖം ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖവും വരും. അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാറുമില്ല, ഒരുപാട് ദുഃഖത്തിലാണ്ട് പോകാറുമില്ല. പൊതുവെ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ കൂടുതൽ തപസ് അനുഷ്ഠിക്കും, ശാശ്വതമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി. തപസ്സിലൂടെയാണ് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നത്. അല്ലാതെ ഭൗതികമായിട്ടുള്ള സാഹചര്യത്തെ മെച്ചപ്പെടുത്തിയത് കൊണ്ട് യഥാർത്ഥ സുഖം ലഭിക്കത്തില്ല. ബുദ്ധിയില്ലാത്ത വ്യക്തികൾ ഏതെങ്കിലും രീതിയിൽ ഭൗതിക സുഖത്തെ തേടാൻ ശ്രമിക്കും. പക്ഷെ അവരെല്ലാവരും മൃഗങ്ങളായിട്ട് ജനിക്കും അടുത്ത ജന്മങ്ങളിൽ. അവർക്കൊരിക്കലും യഥാർത്ഥ സുഖം ലഭിക്കത്തില്ല. അതുകൊണ്ട് യുധിഷ്ഠിര, അങ്ങയുടെ തപസ്യ വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് ഒരു ശാശ്വതമായിട്ടുള്ള സുഖത്തിലേക്ക് അങ്ങ് എത്തിക്കുന്നു. തപസ്യയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യാസമഹർഷി വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. തപസ്യയിലൂടെ ഒരു വ്യക്തി സത്യസന്ധത കൈവരിയുന്നു, ക്രോധത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു, ആത്മനിയന്ത്രണം ലഭിക്കുന്നു, അഹിംസ ലഭിക്കുന്നു. എന്നിട്ട് ദാനധർമ്മങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും വ്യാസമഹർഷി പറഞ്ഞു. വ്യാസമഹർഷി പറഞ്ഞു തീർന്നപ്പോൾ യുധിഷ്ഠിരന്മാരെ ചോദിച്ചു, തപസ്യയാണോ ഏറ്റവും ഉത്തമം, അതോ ദാനമാണോ? തപസ്യയിലൂടെയാണോ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലം ലഭിക്കുന്നത്, അതോ ദാനത്തിലൂടെയാണോ? അതും ഏതാണ് ഏറ്റവും കഠിനമായിട്ടുള്ളത്? വ്യാസമഹർഷി പറഞ്ഞു, മോനെ, ദാനമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം മനുഷ്യർ സ്വത്തിനു വേണ്ടി കൊതിച്ചാണ് ജീവിക്കുന്നത്. ഒരുപാട് കഠിന പ്രയത്നത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് സ്വത്ത് ലഭിക്കുന്നത്. ആ സ്വത്ത് ലഭിക്കാനായിട്ട് അവർ അവരുടെ ജീവനെ പോലും പണയം വെച്ചിട്ടാണ് അവർ സ്വത്ത് നേടിയെടുക്കുന്നത്. സമുദ്രത്തിന്റെ ഏറ്റവും ആഴത്തിൽ പോകാനും തയ്യാറാണ്, ഏറ്റവും ഉൾക്കാട്ടുകളിലേക്ക് പോകാനും അവർ തയ്യാറാണ്. അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് സ്വത്ത് ശേഖരിക്കുന്നത്. എന്നിട്ട് ലഭിച്ച ആ ഒരു സമ്പന്നനാകാൻ വേണ്ടി ഈ ലോകത്ത് ഒരു വ്യക്തി ഏതറ്റം വരെയും പോകും. അന്നേരം ആ ഇത്രയും കഠിന അധ്വാനത്തോടു കൂടി ലഭിച്ച ആ സ്വത്തിനെ ഒരാൾക്ക് ദാനമായിട്ട് നൽകുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ യുധിഷ്ഠിര, ധർമ്മത്തിലൂടെ ലഭിച്ച ആ സമ്പത്ത് തുറന്ന മനസ്സോടുകൂടി അർഹിക്കുന്നവർക്ക് ദാനമായിട്ട് കൊടുക്കണം. പക്ഷെ അതേ സമയത്ത് അധർമ്മത്തിലൂടെ ലഭിച്ച സ്വത്ത് ദാനമായിട്ട് കൊടുത്താലും ആ വ്യക്തിയെ അതിലെ പാപത്തിൽ നിന്നും മോചിതനാക്കത്തില്ല. ഹരേ കൃഷ്ണ. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ധർമ്മത്തിലൂടെ ലഭിച്ച കാശ് ദാനമായിട്ട് കൊടുക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് പുണ്യം ലഭിക്കുന്നത്. അധർമ്മത്തിലൂടെ മറ്റുള്ളവരെ ദ്രോഹിച്ചുണ്ടാക്കുന്ന കാശ് ഒരിക്കലും ആ പാപകർമ്മങ്ങളിൽ നിന്നും ആ വ്യക്തിയെ രക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, ദാനധർമ്മങ്ങളെക്കുറിച്ച് ഇനി അങ്ങ് കൂടുതൽ പറയണം. അങ്ങനെ വ്യാസമഹർഷി പുരാണങ്ങളിൽ നിന്നൊരു ചരിതം പറയുകയാണ്. മുദ്ഗല എന്ന് പറയുന്ന ഒരു ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ബ്രാഹ്മണർക്ക് കൊടുത്ത ദാനധർമ്മങ്ങളിലൂടെ മാത്രം ഭഗവാന്റെ ലോകത്തേക്ക് എത്തി. ഇത് കേട്ടിട്ട് പാണ്ഡവർക്ക് വലിയ അത്ഭുതമായി. എന്നിട്ട് വ്യാസമഹർഷി പറഞ്ഞു, കുന്തിപുത്ര, വിഷമിക്കണ്ട.
സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരു ചക്രം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിനക്ക് നിന്റെ അച്ഛൻ്റെ സാമ്രാജ്യം തീർച്ചയായിട്ടും ലഭിക്കും. നീ നിന്റെ തപസ്സിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും എന്നെന്നും ശാശ്വതമായിട്ടുള്ളൊരു സുഖം നിനക്ക് ലഭിക്കും. അതുകൊണ്ട് സന്തോഷത്തിലിരിക്കൂ എന്ന് വ്യാസമഹർഷി പറഞ്ഞു. അങ്ങനെ പാണ്ഡവർ വ്യാസമഹർഷിയെ നമസ്കരിച്ചു. എന്നിട്ട് വ്യാസമഹർഷി അപ്രത്യക്ഷമായി. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? യുധിഷ്ഠിര മഹാരാജിൻ്റെ ചോദ്യങ്ങൾ എത്ര മനോഹരമാണല്ലേ. ഇനി ദുർവാസ മുനി വരുന്ന രംഗമാണ്. അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം കേട്ടോ. ഇനി വളരെ രസകരമായിട്ടുള്ള രംഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഭഗവാൻ ആ ചീര കഴിക്കുന്ന ആ രംഗം അല്ലേ, പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി. അതാണ് നാളെ നമ്മൾ വൈകുന്നേരത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. നാളെ രാവിലെ 6 മണിക്ക് ശ്രീമദ് ഭാഗവതം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻസിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക. അതിലൂടെ കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഇനി നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് കാണാം.